ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു മാല ഉണ്ടാക്കാം. നമുക്ക് മാല കെട്ടുന്നതിന് വേണ്ടി ഇങ്ങനെ ചെയിൻ വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനെ പേളുള്ളത് കിട്ടും, ഇല്ലാത്തതും കിട്ടും. അപ്പോൾ ഇത് വാങ്ങിയിട്ട് നമ്മൾക്ക് എത്ര അകലത്തിലാണോ ബീഡ്സ് ഇട്ട് കെട്ടേണ്ടത് ആ അകലത്തിൽ നമ്മളിത് കട്ട് ചെയ്യുക. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. ഇത്രയും പോർഷൻ ഞാൻ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ ഇത് കെട്ടുന്നതിനായിട്ട് ഇങ്ങനെ ടെമ്പർ കുറഞ്ഞ ചെറിയ കമ്പിയുണ്ട്. അത് നമുക്ക് മെറ്റീരിയൽസ് വാങ്ങിക്കുന്ന കടയിൽ നിന്ന് കിട്ടും. അത് കുറച്ച് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ചെയിനിൻ്റെ ഈ ലാസ്റ്റത്തെ കണ്ണിയിലൂടെ ഇത് കോർത്തെടുക്കുക. ഇത് ഇങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടും ഒന്ന് മടക്കി ഒപ്പാക്കുക. കണ്ടോ, നമ്മൾ കോർത്തെടുത്ത കമ്പി പപ്പാതിയാക്കിയിട്ട് ഇത് ഒപ്പാക്കി എടുത്തു. ഇനി നമുക്ക് മറ്റേ ബീഡ് ക്യാപ്പ് ഒരു സൈഡിൽ ഒരെണ്ണിട്ട് കൊടുക്കാം. ബീഡ് ക്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യത്തെ ബീഡ് കോർത്ത് കൊടുക്കാം. ഒരു ബീഡ് ക്യാപ്പ് തിരിച്ചും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരെണ്ണം ഇട്ടു. ഇത് നമുക്ക് ഒരു മുത്ത് വെച്ചാണ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ 3 ആണെങ്കിൽ 3, 2 ആണെങ്കിൽ 2, ഇങ്ങനെ. ഇപ്പം ഞാൻ 2 എണ്ണമാണ് ഇടാൻ പോകുന്നത്. 2 ബീഡ് ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കമ്പി നമ്മൾ 2ആയിട്ട് മടക്കിയില്ലേ, അതൊന്ന് അകത്തിയെടുത്തിട്ട് ചെയിനിൻ്റെ ഇങ്ങേയറ്റത്തേക്ക് കോർത്ത് കൊടുക്കുക. ചെയിനിൻ്റെ ഇങ്ങേയറ്റത്തേക്ക് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുറ്റിയെടുക്കാം. നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക. ഒരു 2 പ്രാവശ്യമൊക്കെ ചുറ്റിയാൽ മതി. 2 സൈഡിൽ നിന്നും ചുറ്റി കൊടുക്കുക. അപ്പോൾ 2 ബീഡ്സ് വെച്ചിട്ട് നമ്മളിങ്ങനെ മാല കെട്ടി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കൊളുത്ത് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഈ ചെയിനിൻ്റെ റൗണ്ട് കൊളുത്തയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വെച്ച് നമ്മൾ ഇതിലേക്ക് ഇടുക. ഇത് നമുക്ക് ഡയറക്റ്റ് തലയിലൂടെ കടത്തില്ല, ഇറക്കം കുറവാണ്. നമുക്ക് കൊളുത്തൂരിയിട്ട് ഇട്ട് കൊടുക്കുക.